നമസ്കാരം എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പൊ ഈദ് മുബാറക്കിന് ഇന്ന് രണ്ട് സന്തോഷമാണ്. ഒന്ന്, നമ്മുടെ റഹീം നാട്ടിലെത്തിയിട്ടുണ്ട്, ഉമ്മയെ കണ്ടു. ആ ഉമ്മയ്ക്കും ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ്. കാരണം ആ ഉമ്മയ്ക്ക് 20 വർഷമായിട്ട് പെരുന്നാളൊന്നും ഉണ്ടാവില്ല. വളരെയധികം സങ്കടത്തോട് കൂടിയിട്ടായിരിക്കും ആ ഉമ്മ ഇരുന്നത്. ഏതായാലും ഇന്ന് ആ ഉമ്മയുടെ ദിവസം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ആ ഉമ്മയ്ക്ക് ഇത്രയും ആ മകനെ കാണാൻ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്ക് അങ്ങനെയാണല്ലോ, എന്ത് സന്തോഷത്തിന്റെ ഇടയ്ക്കും നമുക്കൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സുഖമുണ്ടാ? ഒന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം. കാരണം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാണോ വരുന്നത്, അല്ലെങ്കിൽ അവനെ എന്താ ഇത്രമാത്രം സ്വീകരിക്കാൻ? ചില ആൾക്കാർക്ക് അവനെ അറിയേ ചെയ്യില്ല. ആരാണ്? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇത് മനുഷ്യന്മാരുടെ വിജയമാണ്. അതായത് വേറെ ആർക്കും കൂടെ സ്ഥാനമില്ല. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പാർട്ടികൾക്കില്ല, അല്ലെ മറ്റുള്ളവർക്കില്ല, ഒന്നുമില്ല. ഇത് മനുഷ്യന്റെ വിജയമാണ്. അതായത് പിന്നെ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത ആൾക്കാർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് 100 രൂപ ഇട്ട് കൊടുത്തത് എനിക്കറിയാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കോടികൾ തികക്കാൻ വേണ്ടിയിട്ട് കഞ്ഞു കുടിക്കാൻ, അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായ ശമ്പളത്തിൽ പണിയെടുക്കുന്നവരാണ്. അവരൊക്കെ അങ്ങനെ ആയിട്ട് 100 രൂപ ഇട്ട് കൊടുത്താൽ എനിക്കറിയാം. 100 ദിറംസ്, അതായത് വെറും 800 റിയാൽ ശമ്പളത്തിലുള്ള ആൾക്കാർ 100 റിയാൽ ഇട്ട് കൊടുത്ത ആൾക്കാർ എനിക്കറിയാം. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വെറും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവാസികളായ, ഒരുപാട് നാട്ടുകാരായ നമ്മുടെ മലയാളികൾ. പിന്നെ വേറൊരു കാര്യവും ഞാൻ നിങ്ങളോട് പറയാട്ടെ, ഇതിൽ മറ്റു പലരും സഹായിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ, അതായത് ഓരോ സ്ഥലത്ത് നിന്ന് പിന്നെ നമ്മൾ അറിഞ്ഞ് ഇതാക്കുന്നുണ്ടല്ലോ, അതായത് നമ്മളെ എന്താണ് സംഭവം എന്നൊക്കെ അറിഞ്ഞ മറ്റുള്ള രാജ്യക്കാർ വരെ ഇതിനു വേണ്ടിയിട്ട് ഒരു 100 റിയാൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദപരമായിട്ട്, അതായത് ആ റഹീം എന്ന് പറയുന്ന മനുഷ്യന് പറ്റിപ്പോയ ഒരു തെറ്റ്, അതായത് ഒരു കയ്യബദ്ധം, ആ കയ്യബദ്ധത്തിന് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതോ ഒന്നുമല്ല. 20 വർഷം അയാൾ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചു. ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ, സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞു നല്ല വരുന്ന. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്വാതന്ത്ര്യ സമരമാണ്. അതായത് ഒരു പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ രാജ്യത്തിന് വേണ്ടി കൂടിയാണ് പോകുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്വന്തം സുഖത്തിനോ സ്വന്തം ഇതിനോ ഒന്നുമല്ല. ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ സ്വന്തം സുഖവും കാര്യങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അവിടെ പലതരത്തിൽ ആ ഒരു അഭിവൃദ്ധി തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തും അതുപോലെ നമ്മുടെ കേരളത്തിനും ഒക്കെ കാണുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്നെപ്പോലെ ആയാലും നിങ്ങളെപ്പോലെ ആയാലും ഒരുപാട് പേര് ഇവിടെ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ എന്ന് പറഞ്ഞാൽ പ്രവാസ ജീവിതം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ തന്നെ നട്ടെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവാസികൾ തന്നെയാണ്. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ തള്ളിപ്പറയാൻ കഴിയില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മളെ സഹായിക്കാൻ ഓടിയെത്തുന്നത് നമ്മുടെ പ്രവാസികൾ തന്നെയാണ്. അല്ലാതെ വേറെ സ്ഥലത്തുള്ളവരൊന്നും അല്ല. വേറെ ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് കുറ്റിയും പൊരിച്ചു പോയിട്ട് അവിടെ പൗരത്വവും ഇതും എടുത്ത് നടക്കുന്നവരൊന്നും അല്ല. ഒന്നിനും ഞാൻ പറയില്ല, പ്രവാസികളാണ്. ഇവിടെ കണ്ണിൽ എന്താ പറയേണ്ടത്, നമ്മുടെ എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് ഉണ്ടാകുമ്പോഴും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന നമ്മുടെ പാവപ്പെട്ട നമ്മുടെ പ്രവാസികൾ തന്നെയാണ്. അത് വലിയവനെന്നോ ചെറിയവനോ ഇല്ല, എല്ലാവരും ഇതിനകത്ത് പങ്കുചേർന്നു എന്നുള്ളതാണ്. ഏതായാലും റഹീം എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സ്വരുകൂട്ടി വെച്ച ആ ധനം, അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പൈസ ഇട്ടാളുണ്ട്, ചെറിയ പൈസ ഇട്ടാളുണ്ട്, കഴിയുന്ന പൈസ ഇട്ടാളുണ്ട്. പിന്നെ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണ് നിറഞ്ഞ ഒരു സംഭവം എന്താ വെച്ചാൽ, ചില ആൾക്കാരുടെ കമൻറ്റ് കാണുമ്പോഴേ, അതായത് എൻ്റെ മകൻ പ്രവാസിയാണ്, അവൻ്റെ പൈസ വന്നപ്പോഴും ഞാൻ ആദ്യം 1000 രൂപ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്കാണ് കൊടുത്തത് എന്ന് ചില ആൾക്കാർ കമൻറ്റ് ചെയ്തെന്ന് കാണുമ്പോൾ ഇല്ലേ, അതൊരു വലിയൊരു ഒരു നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു വലിയ സംഭവം തന്നെയാണ്. അതായത് ആ ഒരു പൈസ പ്രവാസിയായ മകൻ പൈസ അയച്ചപ്പോഴേ അതിൻ്റെ അകത്ത് നിന്ന് 1000 രൂപ എടുത്തിട്ട് ഇതിനു വേണ്ടിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ കണ്ണ് നിറക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഏതായാലും മലയാളികളല്ല എല്ലാവരും കാത്തിരുന്ന ഒരു സംഭവം, ഒരു മോചനം തന്നെയാണ്. കാരണം 20 വർഷത്തോളമായി ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാരും പല കുറ്റകൃത്യങ്ങളിലും പെട്ട് കിടക്കുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് ഇതുപോലെ സഹായിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറ്റകൃത്യം ചെയ്തവനെയൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷേ ഇതുപോലെ അബദ്ധം പറ്റിയ ആൾക്കാർ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ അബദ്ധം പറ്റിയ ആൾക്കാരെ നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ കൈവിടാൻ പാടില്ല. അറിയാതെ വിട്ടുപോകുന്ന ആൾക്കാരുണ്ട്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏതായാലും ഇതൊരു വലിയൊരു എന്താ പറയുക, ഒരു സന്തോഷത്തിന്റെ ദിവസം തന്നെയാണ് ഇന്ന്. അയാൾ ആ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ആ ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴും പിന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാധ്യമങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പോകരുത് എന്നൊന്നും നിങ്ങൾ ആരും പറയരുത്. കാരണം ഇത് പുറത്തു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ തന്നെയാണ്. ഇതിന്റെ മുന്നിൽ
പ്രവർത്തിച്ചതും കുറേ മാധ്യമങ്ങളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയാൻ കാരണം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. കാരണം എല്ലാവരും കട്ടക്ക് നിന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ ഞാൻ പറയുന്നില്ല, അയാളെ പേര് എനിക്ക് പറയാൻ കഴിയില്ല, നിങ്ങൾ ഊഹിച്ച് കണ്ടെടുത്തോ. അതായത് അനേക ആൾക്കാരുണ്ട് നമുക്ക് തുറന്നക്കടക്കാറണം, പക്ഷേ ബോച്ച എന്ന് പറയുന്ന പേരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. പാവങ്ങളുടെ പടത്തലവൻ തന്നെയാണ് അയാൾ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ആ മനുഷ്യൻ ആ ഒരു എന്താ പറയേണ്ടത്, ഒരു 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 ഭയങ്കര സംഭവം തന്നെയാണ് ആ മനുഷ്യൻ അന്ന് ഇറങ്ങിയിട്ട് ആ 1 കോടി ഉറുപ്പ്യ ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കും എന്ന് എങ്ങനെയായാലും ആ മനുഷ്യൻ ഇറങ്ങിയാൽ എനിക്കറിയായിരുന്നു രക്ഷപ്പെടുന്നു. പക്ഷെ ആ മനുഷ്യൻ്റെ ആ ഒരു ഇത് പിന്നെ എന്താ പറയേണ്ടത്, ആ ഒരു ഇറങ്ങാനുള്ള ഒരു മനസ്സ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് റഹീം എന്ന് പറയുന്ന സഹോദരൻ ആ ഉമ്മയുടെ അടുത്ത് എത്തിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറും ഒരു ഹൗസ് ഡ്രൈവർ വിസക്കാണ് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പരിധി വരെ ഹൗസ് ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ വെച്ചാൽ ഒരുപാട് വിഷമിച്ചിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിയില്ല, മര്യാദയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാവില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്കുള്ള ഡ്യൂട്ടി ആയിരിക്കില്ല. തോന്നുമ്പോൾ അവർക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും. പിന്നെ അവരൊക്കെ കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റ് അതിലും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അന്തി ഉറങ്ങുന്നത്, അതിൻ്റെ അകത്ത് തന്നെ ഭക്ഷണം വെക്കുന്നത്, അതിൻ്റെ അകത്ത് തന്നെ തുണി കഴുകുന്നത്, അതിൻ്റെ അകത്ത് തന്നെ ടോയ്ലറ്റിൽ പോകുന്നത്, അങ്ങനെ പലതരത്തിലുള്ള കഷ്ടതകൾ. പിന്നെ നല്ല രീതിയിൽ നല്ല സുഖം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, നല്ല അറബികളുള്ള ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു നിമിഷം റഹീമിന് പതറിപ്പോയി ശരിക്ക്. അതാണ് ആ മനുഷ്യൻ എന്തോ ഒരു ഇത് ചെയ്തു, എന്തോ ഒരു ഇതായിപ്പോയി. അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഷ അറിയില്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ ആ ഒരു സമയത്തുള്ള പരിഭ്രമം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം 2026 പോലെയല്ല 2006. ആ 2006 ആ നിയമവും കാര്യങ്ങളൊക്കെ കർക്കശമായിരുന്നു. അത് കഴിഞ്ഞെന്ന് പറഞ്ഞ് വർഷങ്ങൾ കടന്നു. ഇപ്പം സൗദി അറേബ്യ തന്നെ ഗൾഫ് കൺട്രി മൊത്തം മാറി. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ആ ഒരു സഹോദരൻ അനുഭവിച്ച ആ ദുരിത പർവ്വങ്ങളെല്ലാം താണ്ടി അതിനൊരുപാട് പേര് അതിൻ്റെ കൂടെ നിന്നു. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ചെറിയവനോ വലിയവനോ ഒന്നുമില്ല, ഓരോ മനുഷ്യന്മാരും ആ ഒരു എന്താ പറയേണ്ടത്, പിന്നെ 1000 രൂപ കൊടുത്ത അമ്മമാർ വരെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം എല്ലാ വീട്ടിൽ നിന്നും പ്രവാസികളുണ്ടോ അല്ലെങ്കിൽ മനുഷ്യനാണോ അവൻ്റെ വീട്ടിൽ നിന്നൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കമൻ്റ് ഇടുന്നവനൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരല്ല, അവറ്റകൾക്ക് എന്ന് പറഞ്ഞ് എന്ത് കിട്ടിക്കഴിഞ്ഞാലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം. ആ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ടീമാണ് ഈ കമൻ്റ് ഇടുന്നത്. അവന്മാരെ നമ്മൾ മൈൻഡ് വേണ്ട, എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് എന്ന് തെളിയിച്ചു. ഈ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ 90% മനുഷ്യന്മാരാണ്. ബാക്കിയുള്ളത് ആ 10%മാണ് ഈ കമൻ്റ് ഇടുന്നത്. അവറ്റകളോട് പോയിട്ട് പണിയുണ്ടോ നോക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അടുത്ത പരിപാടിയായിട്ട് നീങ്ങാം. ഇത് മാത്രമല്ല, നമ്മൾ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പൈസകൾ ഇതുപോലെ സ്വരൂപിച്ചിട്ടുണ്ട്. അതൊക്കെ വിജയത്തിലും എത്തിയിട്ടുണ്ട്. ഇനിയും മലയാളികൾ അതുപോലെ തന്നെ നിൽക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മലയാളികൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലടോ. അതാണ് ഞാൻ പറയുന്നത്. മലയാളികളാണോ അത് സാധിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഏതായാലും ഈ ഒരു ദിനം, പുണ്യദിനത്തിൽ തന്നെ ആ ഒരു മോചനം സാധ്യമാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെയൊക്കെ ടിവിൻ്റെ മുന്നിൽ തന്നെയാണ്. കാരണം ആ മനുഷ്യൻ അവിടുന്ന് കയറിയിട്ട് ഇവിടെ ഇറങ്ങുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കുരു പൊട്ടുന്നവർ പൊട്ടിക്കൊണ്ടിരിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഈ കുരു നമ്മളൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയില്ല. ഈ കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെയും കൊണ്ടേ പോകത്തുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. അത്രയേ ഉള്ളൂ. മനുഷ്യന്മാരായ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ബൈ.